ഇന്ന് അമ്മ തന്നുവിട്ട കുറേ സാധനങ്ങളാണ് കേട്ടോ. ഇടിച്ചക്ക, മാങ്ങ, ചുണ്ടങ്ങയൊക്കെ പിന്നെ എൻ്റെ മാമൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇത് ചേമ്പുത്തണ്ടാണ്. ചേമ്പുത്തണ്ട് വെച്ചൊരു അവിയലാണ്. ചേമ്പുത്തണ്ടിൻ്റെ തോലിപ്പോൾ ഞാൻ ചീന്തിയ പോലെ ചീന്തി കളയുക. എന്നിട്ട് അത് അവിയൽ കഷ്ണം പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ തേങ്ങ, ഒരു മുടി തേങ്ങയിൽ ഒരു സ്പൂൺ ജീരകവും 3 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. അത് വെള്ളമൊന്നും ഒഴിക്കരുത്, ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പാന് അടുപ്പിൽ വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ചേമ്പൻ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഉപ്പും അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കുക. ഇത് ഇത്ര എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒന്ന് ആവി കയറുമ്പോഴേക്കും അത് വളരെ കുറവായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ചേമ്പുത്തണ്ട് എടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, അത്ര വലിയ കഷ്ണങ്ങൾ. അതിൽ നിന്ന് ചേമ്പുത്തണ്ട് ഓൾറെഡി വെള്ളം അതിലുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വന്ന് അത് വെന്തോളും, പെട്ടെന്ന് ആവുകയും ചെയ്യും. അതുപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ പച്ചമണം പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ അവിയലിന് ചേർക്കുന്ന പോലെ ഒരു 1/2 ഗ്ലാസ് തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കുക. അപ്പോൾ ഇവിടെ ചേമ്പുത്തണ്ട് അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഈ ചേമ്പുത്തണ്ട് കൊണ്ട് പിന്നെ നമ്മൾ പരിപ്പിട്ട കറിയാണ് വയ്ക്കുക. ഇതിന് നമ്മൾ തോരൻ പരിപ്പോ ചെറുപയർ പരിപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 ഗ്ലാസ് തോരൻ പരിപ്പ് കുക്കറിൽ വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ വേവിച്ച പരിപ്പ് ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ചേർത്തിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് വേവാൻ വയ്ക്കുക. പിന്നെ തേങ്ങ 1 സ്പൂൺ ജീരകവും ചേർത്ത് അരച്ച് റെഡിയാക്കി വയ്ക്കുക. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് താളിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 4 വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് മൂപ്പിച്ച് കറിവേപ്പിലയിട്ട് താളിച്ചാൽ താളുകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ 2 റെസിപ്പിയും ചെയ്തെടുക്കാൻ പറ്റും.